ഭാരതം കാത്തിരിക്കുന്നു ഒരു അപൂർവ നിമിഷത്തിനായി. 41 വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പ്. 1984 ഏപ്രിൽ 3-ാം തീയതി രാകേഷ് ശർമ്മ എന്ന ഭാരതീയൻ റഷ്യയുടെ സോയൂസ് T-11 എന്ന ബഹിരാകാശ വാഹനത്തിൽ സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിലെത്തിയതിനു ശേഷം മറ്റൊരു ഭാരതീയൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം? അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളുടെ സഹകരണത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ്. ഇതുവരെയും നിർമ്മിച്ചതിൽ ഏറ്റവും വലുതെന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഈ കേന്ദ്രത്തിൽ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുവാനും മൈക്രോഗ്രാവിറ്റിയിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. റഷ്യ വികസിപ്പിച്ചെടുത്ത റഷ്യൻ ഓർബിറ്റൽ സെഗ്മെൻറ്റ്, നാസ വികസിപ്പിച്ചെടുത്ത US ഓർബിറ്റൽ സെഗ്മെൻറ്റ് എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗരോർജ്ജ പാളികളെയും റേഡിയേറ്ററുകളെയും മർദ്ദിത അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ഭാഗങ്ങളെയും കൂട്ടിയിണക്കുന്ന സങ്കീർണമായ സംവിധാനം തന്നെയാണ്. ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് വിവിധ തരം ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതും അതിനു വേണ്ട പദാർത്ഥങ്ങൾ സംഭരിക്കുന്നതും. ഇതിനുള്ളിൽ തന്നെയാണ് ഈ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളും ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള താമസ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. സന്ദർശിക്കാനെത്തുന്ന ബഹിരാകാശ വാഹനങ്ങളെ സ്വീകരിക്കുവാനും ബന്ധിപ്പിക്കുവാനും 8 കവാടങ്ങൾ ഇവയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഒരു തവണ ഭൂമിയെ വലം വയ്ക്കുന്നതിനായി 93 മിനിറ്റ് വേണ്ടിവരും. അങ്ങനെ ഒരു ദിവസം 16 പ്രാവശ്യം ഇന്ത്യക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ജനിതക ശാസ്ത്ര പഠനം ഈ നിലയത്തിലെ ഒരു പ്രധാന പ്രവർത്തനമാണ്. ഭൂമിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ പരിഷ്കരിക്കുന്നത് വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നേടുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭാരമില്ലായ്മ എന്ന അവസ്ഥയ്ക്ക് ജ്വലനത്തിൻ്റെ കാര്യക്ഷമതയിലും മലിനീകരണ നിരക്ക് കുറയ്ക്കുന്നതിലും കാര്യമായ വ്യത്യാസങ്ങൾ ചെലുത്തുവാൻ കഴിയുമോ എന്നതാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇതിൽ ഉരുത്തിരിയുന്ന നിഗമനങ്ങളിലൂടെ ഊർജ ഉൽപാദനം കൂടുതൽ ലാഭകരമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുമുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ദൗത്യത്തിൽ കേരളത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. വലിയമല IIST നടത്തുന്ന ബഹിരാകാശ ജീവശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയ പെട്ടികളിൽ കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത ഉമ, ജ്യോതി എന്നീ വിത്തിനങ്ങളും എള്ള്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ എന്നിവയുടെ വിത്തുകളും ഈ യാത്രയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുത്വാകർഷണം തീരെ കുറഞ്ഞതോ തീരെ ഇല്ലാത്തതോ ആയ അവസ്ഥയിൽ വിത്തുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന വസ്തുത മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. 2 ആഴ്ചത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല തിരിച്ചെത്തുമ്പോൾ കൊണ്ടുവരുന്ന ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കുമ്പോൾ ദൃശ്യമാകുന്ന മാറ്റങ്ങളിൽ നമ്മൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കും. എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ യാത്രകൾ കൊണ്ട് പട്ടിണി മാറുമോ എന്ന പതിവ് ചോദ്യത്തിന് മറുപടി തരാൻ ഈ യാത്രകൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം ചെലവേറിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് പാകിസ്ഥാന്റെ ഭീകരാക്രമണ കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഭാരതത്തെ പ്രാപ്തമാക്കിയത് എന്ന വസ്തുത മറക്കാതിരിക്കുകയും ചെയ്തു. പരീക്ഷണം പൂർത്തിയാക്കി 4 ബഹിരാകാശ സഞ്ചാരികളും സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതിനായി 14 ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കും. നമസ്കാരം.